എല്ലാ മൺസൂണിലും നമ്മൾ മാമലക്കണ്ടത്ത് പോകാറുണ്ട്. എന്നാൽ ഇത്തവണ നമ്മൾ മാമലക്കണ്ടം കൂടി നമ്മൾ കുട്ടമ്പുഴയിലേക്കാണ് പോകുന്നത്. കാരണം വേറെ ഒന്നല്ല, ഇപ്പോൾ കുട്ടമ്പുഴയിൽ വൈകുന്നേരങ്ങളിൽ മിക്കപ്പോഴും ആനകളുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ആനകളെയും കാണാം, എന്നാൽ ഈ ഒരു മൺസൂണിലെ മാമലക്കണ്ടം ഒന്ന് ആസ്വദിക്കുകയും ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ട്രിപ്പ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാമലക്കണ്ടം ഫുള്ളായിട്ട് പച്ചപ്പും റോഡിലൊക്കെ വെള്ളവും വെള്ളച്ചാട്ടവും ഒക്കെ ആയിട്ട് മാമലക്കണ്ടം ഒരു മൺസൂൺ മൂഡിൽ അങ്ങനെ നിൽക്കുകയാണ്. മാമലക്കണ്ടം ഭാഗത്ത് നിറയെ ആനകളുണ്ടെങ്കിലും നമ്മൾ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇതിനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. മിക്കവാറും വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ മോർണിംഗ് ഒക്കെ ആയിരിക്കാം ഇവിടെ ആനകൾ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളൊക്കെ എന്തായാലും ഇവിടെ വന്നിട്ട് ആനയെ കാണാൻ ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ഈ ഒരു വെള്ളവും വെള്ളച്ചാട്ടവും തോടൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടന്നു. അപ്പോഴാണ് നമ്മുടെ മേത്തൊക്കെ അട്ടകൾ കയറിയത്. എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സാധനമാണിത്. ഈ ഒരു ഭാഗത്ത് ഒരുപാട് അട്ടകളുണ്ട്. മഴക്കാലമാകുമ്പോഴാണ് ഇവരെ കൂടുതൽ നമ്മൾ കാണാറ്. എറണാകുളം ജില്ലയിൽ വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസാണ് മാമലക്കണ്ടം. മൺസൂൺ ആണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും നല്ലത്. മൊത്തം ഒരു പച്ചപ്പായിരിക്കും. അതുമാത്രമല്ല ഈ ഒരു റൂട്ടിൽ തിരക്കും വളരെയധികം കുറവാണ്. അങ്ങനെ നമ്മൾ പ്രകൃതിയൊക്കെ നോക്കി നടക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാക്കപ്പൂ കണ്ടത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കാക്കപ്പൂവാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ചെറുതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിപ്പമുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തൈ പൊക്കി വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിക്കിറങ്ങി ഈ ഒരു വ്യൂ പോയിന്റിലെത്തി. ഇതിൻ്റെ അടുത്ത് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. പാറയൊക്കെ മൊത്തത്തിൽ വഴുകി നിൽക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ വരുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങാം. നമ്മൾ ഇത്രയും വഴുക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. നേരെ വന്നതും കാലൊക്കെ വഴുതി നേരെ വെള്ളത്തിലേക്കായിരുന്നു പോയത്. എന്തോ ഭാഗ്യം കൊണ്ട് വേറെ ഒന്നും പറ്റിയില്ല. പിന്നെ തൊട്ടടുത്ത് ചെറിയൊരു വെള്ളച്ചാട്ടവും ഉണ്ട്. അതിൻ്റെ അടുത്തേക്കൊക്കെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് കുട്ടമ്പുഴയിലേക്കാണ്. നമ്മൾ കുട്ടമ്പുഴയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായി. അങ്ങനെ ഒരു ചായയൊക്കെ മേടിച്ച് അങ്ങ് കുടിച്ചിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തെ ഭാഗത്തായിട്ട് കാട്ടാന എല്ലിക്കൂട്ടത്തിനിടയിൽ പ്രത്യക്ഷപ്പെട്ടത്. നമ്മൾ കഴിഞ്ഞ തവണ കുട്ടമ്പുഴയിൽ വന്നപ്പോഴും ആനയെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത്തവണയും നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടി. ഈ ഒരു ടീ ഷോപ്പിൻ്റെ തൊട്ടു ബാക്കിലായിട്ടാണ് ഇത്തവണ ആന ഇറങ്ങിയത്. കഴിഞ്ഞ തവണ കുറച്ചും കൂടെ മാറിയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ആനയെ കാണാൻ ഒരുപാട് പേരുണ്ട്. ഭയങ്കര സേഫായിട്ട് ആനയെ കാണാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ആന ഇറങ്ങുകയാണെങ്കിൽ മാത്രം. ഇന്നെന്തോ ഭാഗ്യത്തിന് ആന ഉണ്ടായിരുന്നു. ഒരുപാട് ആനകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുട്ടമ്പുഴയിലേക്ക് വന്നത് ഇന്നൊരു നഷ്ടമായില്ല. നമുക്കൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ആനയൊക്കെ കണ്ട് ഇന്നത്തെ ഈവനിങ് ഇവിടെ നമുക്ക് ചിലവഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആനകളിലൊന്ന് പുഴയുടെ സൈഡിലേക്ക് ഇറങ്ങി വന്നു. ഇതുപോലെ മറ്റുള്ള ആനകളും ഇറങ്ങി വരാനുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. കുറേ നേരം നമ്മൾ നിൽക്കുമായിരുന്നു. ആനകൾ എന്തായാലും ഇപ്പോൾ ഒന്നും പോകുന്ന ലക്ഷണമില്ല. എന്നാൽ പിന്നെ കുറച്ച് നേരം ഇരുന്ന ആനകളെ കാണാൻ കരുതി. അപ്പോഴേക്കും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് ആനകൾ ഒരു പുഴയുടെ സൈഡിലേക്ക് ഇറങ്ങി തുടങ്ങി കേട്ടോ. ഈ ഒരു കൂട്ടത്തിൽ പിടിയാനകളും കൊമ്പന്മാരും കുട്ടികളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇല്ലിക്കോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോരോ ആനകളായിട്ട് ഇങ്ങനെ പുഴയുടെ സൈഡിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം കുട്ടമ്പുഴയിലേക്ക് വന്ന ആളുകൾക്ക് വളരെയധികം ലക്കാണ്. കാരണം റോഡ് സൈഡിൽ തന്നെയായിരുന്നു ഇത്തരത്തിലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റിയത്. ഇനിയും ആനകൾ ഒരുപാട് ഇറങ്ങാനുണ്ട് കേട്ടോ ആ ഒരു ഇല്ലിക്കൂട്ടത്തിൽ നിന്ന്. ഇതിനകത്തൊരു കുഞ്ഞാനയുണ്ട്. അതാണെങ്കിൽ ആ പിടിയാനകളുടെ കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. അതിനങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അതിൻ്റെ അമ്മയാനയാണ് ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് ഏറ്റവും അറ്റത്തായിട്ട്. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു കുഞ്ഞും അതിൻ്റെ കൂടെ പോയി ഇറങ്ങും കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെയുള്ള കാഴ്ചയൊക്കെ എത്ര നേരം കണ്ടിരുന്നാലും മതിയാവില്ല. അടുത്ത ആനയും ഇപ്പോൾ ഇല്ലിക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. മൂത്ത പിടിയാനകളൊക്കെ അവിടെ അങ്ങനെ കരയിൽ നിൽക്കുമ്പോൾ ഒരു ഇത്തിരി കുഞ്ഞ് പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആളുടെ അമ്മ ഇറങ്ങിയ ധൈര്യത്തിലാണ് ആളിറങ്ങിയെന്ന് തോന്നുന്നു. ഇറങ്ങിയ വഴി തന്നെ മുങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. ആൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആഴമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും മുങ്ങിയതിനേക്കാൾ സ്പീഡിൽ ആൾ പൊങ്ങിയിട്ടുണ്ട്. ഇവർക്ക് നീന്താൻ ഒരു പ്രത്യേക കഴിവാണ്. എന്തായാലും ഓരോരോ ആനകളായിട്ട് പുഴയിലേക്ക് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും കുട്ടമ്പുഴയിൽ ആനയുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഇറങ്ങാതിരിക്കാറുണ്ട് എന്ന് ഇവിടുത്തെ ആളുകൾ പറയാറുണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ചധികം ആനകളാണ് ഇവിടെ ഇറങ്ങുന്നത്. നമ്മളെപ്പോഴൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ആനകളെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇറങ്ങിയ പിടിയാനകളൊക്കെ ഒരു സൈഡിലേക്ക് നീന്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും കുട്ടമ്പുഴയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആനയെ കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ലക്ക് പോലെ ഇരിക്കും. ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ചിലപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇന്ന് നല്ല സൈറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.